നമുക്കിന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു കടലക്കറി ഉണ്ടാക്കാം. എളുപ്പം ഉണ്ടാക്കാവേ. അതിനകത്ത് ഞാനൊരു കുക്കറിനകത്തേക്ക് കുറച്ച് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. നികക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സവോള കണ്ടിച്ചിടണം. അത് ചെറുതായിട്ട് അരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ അത് കണ്ടിച്ചിട്ട് ഉപ്പ് ഒഴിച്ചിട്ടിട്ട് നമ്മൾ ഒരു 4 വിസിൽ വരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അതിനുശേഷം സിമ്മിലിട്ടിട്ട് ഒരു 2 വിസിലും കൂടെ പോട്ടെ. അപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടും. ഈ കടല തലേ ദിവസം വെള്ളത്തിലിട്ട കടലയാണ്. ഈ മറ്റേ കറുത്ത കടലയും കൊണ്ടും ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറുത്ത കടല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളക്കടലയും കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. നോക്കാം. ശരി, നമ്മളപ്പോൾ കടലക്കറിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് മല്ലിപ്പൊടി, പെരിഞ്ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി, ഇഞ്ചി, സവോള അരിഞ്ഞത്, കറുവപ്പട്ട, ഒരു ശകലം മതി കറുവപ്പട്ട. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കടലക്കറിക്ക് ആവശ്യമുള്ളത്. വേണമെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ചേർക്കാം കേട്ടോ. ചേർത്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇത് ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കടായി അടപ്പത്ത് വെച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടായിക്കകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കടുക് പൊട്ടി തുടങ്ങി. അപ്പം നമ്മളിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലയിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മളെടുത്ത് മാറ്റി വെക്കണം. ഒരു ശകലം. കടായിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കണം. സവോള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കറുവപ്പട്ട, ഇത്രയും സാധനം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കണം. നമ്മളൊന്ന് ചെറുതായിട്ട് വഴറ്റണം. കടല വേവിച്ചതിനകത്തുനിന്ന് കുറച്ച് കടല നമ്മൾ മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മളത് ഈ സവോള വഴറ്റിയതും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ മിക്സിക്കകത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. വേണ്ടവർക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ശകലം, ഒത്തിരി ചേർക്കരുത്, ശകലം ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാകണം. ഇതിൻ്റെ ഒരു ചെറിയൊരു മണമുള്ളതൊക്കെ ഒന്ന് മാറാൻ പാകത്തിന് നന്നായിട്ടൊന്ന് മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു മണം ഉണ്ടാകാൻ പാകത്തിന് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കിനി കഴിയും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ കടലക്കകത്ത് നിന്ന് കുറച്ച് കടല എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കണം. 2-3 സ്പൂൺ കടല, സ്പൂണല്ല തവി, ഇത്രയും കടല എടുത്തിട്ട് എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ എടുത്തു വെച്ച കടായിക്കകത്ത് ചൂടാക്കി വെച്ചത് നമ്മൾ മിക്സിക്കകത്തിട്ട് ഇനി അടിക്കാൻ പോവാം കേട്ടോ. മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഞാൻ വരാം. മിക്സിക്കകത്തിട്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് ശകലം തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ അടിച്ചു വെച്ചിരുന്നത്. ഇതിന് നമുക്ക് ഈ കടായി അടപ്പത്ത് വെച്ച് വീണ്ടും കടലയും ഇട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുത്താൽ മതി. കാണിച്ചു തരാം. കടായി അടപ്പത്ത് വെച്ചു. അതിലേക്ക് കടല ഞാൻ ഇട്ട് കൊടുത്തു. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് പാകത്തിനാണോ എന്ന് നോക്കണം. എണ്ണയൊക്കെ കടുക് വറക്കുമ്പോൾ ആവശ്യത്തിന് നിങ്ങൾ ചേർത്തോണം. ഞാൻ കുറച്ച് എണ്ണയാണ് ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. മിക്സി കഴുകിയ ശകലം വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് എന്നിട്ട് ഇത് തിളയ്ക്കുമ്പോൾ വാങ്ങിയിട്ട് നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കിയ വീട്ടിൽ. ഇനി ഇത് തിളച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കറി റെഡിയായി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 കറിവേപ്പില
തക്കാളി വേണ്ടവർക്ക് തക്കാളി ചേർക്കാം കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല തക്കാളി ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. തക്കാളി വേണ്ടവർക്ക് തക്കാളിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കൊഴുപ്പൊക്കെ വരും. നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ കടലക്കറിയുടെ പരിപാടി. ഇത്രയും ചെയ്താൽ മാത്രമേ എളുപ്പം നമുക്ക് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ കടലക്കറി ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കടലക്കറി റെഡിയായി കണ്ടോ. ഇതാണ് നമ്മുടെ കടലക്കറി. പുട്ടിനും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ.